ആ സാറേ, നേരെ അവിടുന്ന് നേരെ പാർട്ടിക്കൽ റോഡിൻ്റെ ഇറങ്ങിയിട്ട് നേരെ ഒരു ചെറിയ കോൺക്രീറ്റ് റോഡുണ്ട് ലെഫ്റ്റിക്ക്. ഇവിടെ മുറ്റത്തൊരു കാറൊക്കെ ഉണ്ടാവും, ലെഫ്റ്റിക്ക് കയറിൻ്റെ സെറ്റാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓഫ് ചെയ്താൽ നിങ്ങളല്ലേ പരമു? എന്നെയാണ്. എത്ര സെന്റ് സ്ഥലം ഇത്? 3 സെന്റ് ഉള്ളൂ. 3 സെന്റ്. ഒന്ന് അളന്ന് നോക്കട്ടെ കേട്ടോ. ആ ടാപ്പ് ഒന്ന് പിടിച്ചു. ഇവിടെ നടക്കുന്നത് നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ ഒന്ന് പിടിച്ചിട്ട് മൊത്തളവ് കിട്ടുമല്ലോ. ഈ കാറ് മൂപ്പര് തന്നെ ഇവിടെ തോന്നുന്നു. മടക്കേക്ക്. എന്നാൽ ശരി, ഞങ്ങൾ പോവാണേ. വേണ്ട ഞങ്ങൾ ഭക്ഷണം അയച്ചായിട്ട് വരികയാണ്. അല്ലല്ല, ഭക്ഷണം അയച്ചാണ്ട് വരികയാണ്. പരമാവധി ഒന്ന് നമ്മളെ റേഷൻ കാർഡൊക്കെ ഒന്ന് നമ്മളെ പരിഗണനാ കാർഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് പരമാവധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഇതിൽ ചെയ്യിട്ടാ. അത് പേപ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നിയമം അനുസരിച്ച് ചെയ്യാം കേട്ടോ. പോവാ. ഒരുപാട്ടാ എന്തൊക്കെയുണ്ട്? നല്ലത്, സുഖാണ്. അല്ല, നമ്മളെ വീട് നമ്പർ കിട്ടിക്കണേ കൊണ്ടുവന്നേരാൻ വേണ്ടിട്ട്. നല്ല സന്തോഷം. എന്നാ ഞാൻ പോണേ. ഇത് അവിടെ ആ മൂലക്കരേ റാണിമല് അടിച്ചു വെച്ചാ. ആയിക്കോട്ടെ. അല്ല, നമ്മളെ റേഷൻ കാർഡിന് കൊടുക്കാനേ റേഷൻ കാർഡിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നാളി. ആക്ഷൻ ഞാൻ റെഡി ആക്കിക്കോളാം. ആയിക്കോട്ടെ. എന്തൊക്കെയാ ഇപ്പൊ വേണ്ടത്? അതിൽ നിങ്ങളെ ആധാർ കാർഡ്, പിന്നെ വീടിന് നമ്പർ കിട്ടി, അത് എല്ലാം കൂടി തന്നാ മതി. ആക്ഷൻ റെഡി ആക്കി. ആയിക്കോട്ടെ. പിന്നെ ഇവിടെയൊക്കെ കവിത എടി ആ പേപ്പറിന്റെ എടുത്തോ, വന്നിട്ട് വാ. ആ ഫയലുകൾ ഇതൊക്കെ വന്നിട്ട് അതില് ഒക്കെ ഉണ്ടാവുമല്ലേ? അതിൽ പേപ്പർ എല്ലാം ഉണ്ട്. ഇത് തന്നെ വേണ്ട മാതിരി അക്ഷയ ചെയ്ത് കണ്ട് നമുക്ക് വേണ്ട മാതിരി ചെയ്യാം. ഷോപ്പാക്കാനല്ലേ? ആയിക്കോട്ടെ, നമ്മൾ പരമാവധി ശ്രമിക്കാം. നമ്മളെ കഴിവിനനുസരിച്ച് ശ്രമിക്കാം. നമ്മളെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. കുട്ടികൾ ചെറിയ കുട്ടികൾ വേണം. ആയിക്കോട്ടെ, എന്നായിക്കോട്ടെ. അതിന്റെ ആവശ്യം അല്ല, വണ്ടിക്ക് നമ്മള് ഡ്യൂട്ടി അല്ലേ, ഉത്തരവാദിത്തം. പിന്നെ റെഡിയാക്കാം. ഒരുമാട്ടാ എന്തൊക്കെയുണ്ട്? നമ്മളെ കാർഡ് റെഡി ആക്കണേ. കാർഡ് ഇത് വെള്ളക്കാർഡാണല്ലോ നമുക്ക് കിട്ടിയത്. ഒരുമാട്ടാ, ഉദ്യോഗസ്ഥർ അന്ന് വന്ന സമയത്ത് നമ്മൾ വീട് മൊത്തത്തിൽ അളന്നല്ലോ. സ്ക്വയർ ഫീറ്റ് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് കാർ ഉണ്ട് എന്നാണ് അവരുടെ രേഖയിലുള്ളത്. കാറോ? അതാണ് നിങ്ങൾക്ക് ഈ വെള്ളക്കാർഡ് കിട്ടാണ്ടായ കാരണം. വരുമോ? എന്തിയാടാ? ഞാനേ റേഷൻ കാർഡിന് കൊടുത്തുന്ന്, അതൊക്കെ കൂടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ചോപ്പിന് പകരം വെള്ള കാർഡാണ്. എൻ്റെ അവസ്ഥ ഇപ്പോൾ പറ്റ മോശമല്ല. ഞാനിപ്പോൾ എന്താ ഇപ്പോൾ ഇതുകൊണ്ട് കാട്ടുന്നത്? എൻ്റെ 2 പെൺകുട്ടികളും എൻ്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ തീരെ വെജ്ജാനും. എന്താ ഇപ്പോൾ എനിക്കാണെങ്കിൽ സ്ഥിരം പണിയില്ല. എനിക്കിത് തന്നിക്കണ് നോക്കണം. നിങ്ങൾ പഞ്ചായത്തിലെ ആൾക്കാരെ പണിയല്ല ഇപ്പോൾ ഇത്. നടിക്കാൻ ഇത്തപ്പോൾ വരുമ്പോൾ എനിക്ക് വെള്ളക്കാടാ. വല്ലാത്തൊരു കഥയപ്പത്. അതേ, അന്ന് പഞ്ചായത്തിൽ നിന്ന് അളക്കാൻ വന്നതെന്നായിരുന്നല്ലേ നമ്മളെ പൂച്ചിമ്പൂൻ്റെ മുട്ടായി കൊടുക്കല്. അന്ന് കട്ടക്കാലത്തിന് ഒരു വണ്ടി അവിടെ, ഒരു കാർ അവിടെ നിർത്തി, നല്ലൊരു മുന്തിയ കാറുണ്ടായത്. ഞാൻ എന്ത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടക്കാലത്തിന് കുറച്ച് കാക്ക തൂരിയപ്പോൾ ഞാനതൊന്ന് കേക്ക് വൃത്തിയാക്കിന്ന്. ഇതാണ് ഒരു കാണേണ്ടത്. ഓരോ കണക്കിൽ എനിക്ക് കാറുണ്ട് എന്നാണല്ലോ. അത് ശരി. ഞാൻ പഞ്ചായത്തിലൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്താണ് ഇപ്പോൾ ഇത് കഥ. നോക്കി. പഞ്ചായത്ത് ഓഫീസല്ലേ? പ്രസിഡന്റ് ഇല്ലേ അവിടെ? അല്ലേ? എന്നാ സെക്രട്ടറിക്ക് ഒന്ന് കൊടുത്താണേ. ഹലോ, ഇത് മൈനാജിയാണ്. ഞാൻ വിളിച്ചതേ നമ്മളെ ആ പരമുവിൻ്റെ കേസുണ്ടല്ലോ, ഒരു റേഷൻ കാർഡിന്. അതെങ്ങനെയാണ് അവർക്ക് വെള്ള കാർഡ് കൊടുക്കുക? അവർ ചോർന്ന കാർഡിന് അർഹരല്ലേ? അവർക്ക് എങ്ങനെയാണ് വെള്ളക്കാർഡാവുക? അവർക്കൊക്കെ വെള്ളക്കാർഡാണെങ്കിൽ വേറെ ആർക്കും അവിടെ ചുവപ്പ് കാർഡ് ഉണ്ടാവുക? കാറോ അയാൾക്കോ? എന്താണ് സെക്രട്ടറി, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ?
വീട്ടിൻ്റെ മുമ്പിൽ നിർത്തിയിടുന്ന കാറൊക്കെ വീട്ടുടമൻ്റാന്ന് കണക്ക് വെക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ ആളുകളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? എൻ്റെ കുട്ടിയുടെ മിഠായി കൊടുക്കലിന് വന്ന വണ്ടി അയാളുടെ മുറ്റത്ത് നിർത്തിയിട്ടതാ. അത് കണ്ട് അയാൾക്ക് കാറുണ്ട് എന്ന് രേഖപ്പെടുത്തുക. അതിനൊരു പരിഹാരം ഉണ്ടാവണം. പ്രസിഡന്റ് വന്നാൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയും കേട്ടോ. അജയരെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇരിക്കി ഉമ്മറേ, ഈ പരമന്റെ റേഷൻ കാർഡ് എങ്ങനെയാ വെള്ളാവുക? ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. ആ ടാപ്പ് പിടിച്ച ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് അളവിൽ പേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുറ്റത്ത് കിടന്ന അന്ന് കിടന്ന കാറുണ്ടല്ലോ, അതും അവരിതാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അവിടെ പേച്ച് എല്ലാ കാര്യവും. എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഓനെ ചോർന്ന കാർഡ് കിട്ടണം. ആയിക്കോട്ടെ ആചാര്യ, അത് ഞാൻ ഞേറ്റ് ട്ടാ. അത് അവർക്ക് ബോധ്യപ്പെട്ടണല്ലോ, ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടണേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കിയാണ്ട് പരമോട്ടിന് ഞാൻ റെഡിയാക്കി കൊടുത്തോളാം ട്ടാ. നിങ്ങൾ വേഗം. ഓക്കെ.